റീഡോട്ട് പേയിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേജ് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു $5 ബോണസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതാരും മിസ് ചെയ്യേണ്ട. ഓക്കെ, $5 നിങ്ങൾക്ക് രജിസ്ട്രേഷനിൽ തന്നെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും. ആ ഒരു ബോണസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് പേയ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു ബോണസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ടോടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതാരും മിസ് ചെയ്യേണ്ട. താഴത്തെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേജിലോട്ട് വരുന്നത്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റും മെയിൽ ID എന്നുള്ള ഓപ്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന മെയിൽ ID ഏതാണെന്ന് വെച്ചാൽ ആ മെയിൽ ID എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ മെയിൽ ID കൊടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഈ സൈറ്റ് വന്നിട്ട് നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. അതിലേക്ക് ഒരു OTP വരും. ഇവിടെ ഗെറ്റ് കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മെയിലോട്ട് അവർ അയക്കുന്നതായിരിക്കും. എന്ത് എനിക്കൂടെ മെയിൽ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ആ OTP ഇവിടെ കൊടുക്കുകയാണ്. മെയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെയാണ് നോക്കണം കേട്ടോ, സ്പെല്ലിംഗ് കറക്റ്റ് തന്നെയാണ് നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ OTP വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുക, OTP ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, OTP കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഗെറ്റ് $5 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അക്കൗണ്ട് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. iOS-ലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഓൾറെഡി ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സൈറ്റിൽ കയറിയപ്പോൾ നിങ്ങൾ മെയിൽ ID കൊടുത്തല്ലോ, ആ മെയിൽ ID വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ആപ്പിൽ ലോഗിൻ ചെയ്യുക. ഞാനിവിടെ കൊടുത്ത മെയിൽ ID എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് അവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പാസ്വേഡ് സെറ്റ് ചെയ്യാണ്ട് പറയും, നിങ്ങൾ പുതുതായിട്ട് വരില്ല, അപ്പോൾ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യാണ്ട് പറയും. ഈ ആപ്പിന് വേണ്ടി ഞാൻ ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാസ്വേഡ് സെറ്റ് ചെയ്തു, വീണ്ടും കൊടുത്തു കൺഫേം പാസ്വേഡ്. ഓക്കെ, ഓക്കെ, ഇത് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും, നിങ്ങളുടെ മെയിൽ ID-ലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഇവിടെ എനിക്ക് OTP വന്നിട്ടുണ്ട്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് പറ്റും, നിങ്ങൾക്ക് $5 എന്തായിട്ടുണ്ട്, ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് പ്രൂഫാണ് കൊടുക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രിയോട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യത്താണെങ്കിൽ ഇന്ത്യത്തെ കൺട്രി കൊടുക്കുകയാണ്. നിങ്ങൾ പുറത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് UAE ദുബായിത്തെ അവിടുത്തെ കൊടുക്കാൻ പറ്റും. നിങ്ങൾ പുറത്ത് വേറെ കൺട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ID നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അവിടെ ഓൾറെഡി എനിക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ എനിക്കത് പ്രൂഫ് വെരിഫിക്കേഷൻ കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കുറച്ച് കാര്യം കൊടുക്കാനുണ്ട്. പേര്, കാര്യങ്ങൾ കൊടുക്കുക, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഡോക്യുമെൻറ്റ് ടൈപ്പ് കൊടുക്കുക. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സോ ഞാനിവിടെ പേര് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. പിന്നെ ഡോക്യുമെൻറ്റ് ടൈപ്പ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ട്, ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ID കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്താൽ മതി. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ഫോട്ടോ, ബാക്ക് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ആധാറാണ് സെലക്ട് ചെയ്യുന്നത്, എന്ത് ചെയ്യുക, താഴത്ത് ഇവിടെ ആധാർ നമ്പർ കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആധാറാണ് സെലക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആധാറിൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഡാഷ്ബോർഡിലോട്ട് വരും. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ മേലെ നിങ്ങൾക്ക് വെരിഫൈഡ് ഐഡൻറ്റിറ്റി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഞാനിവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, ഇവിടെ ബിൻഡ് ഫോൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബിൻഡ് ഫോൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ബൈൻഡ്. ഓക്കെ, ഇത് മൊബൈൽ നമ്പർ കൊടുക്കാൻ, നമ്മളിപ്പോൾ നേരത്തെ മെയിൽ ID കൊടുത്തില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇനി മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്ത് മെയിൽ ID മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, 7994 മൊബൈൽ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴത്ത് കാണാൻ പറ്റും വാട്സപ്പ്, SMS. നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വാട്സപ്പിൽ OTP വരുന്നതായിരിക്കും. ഇതിൻ്റെ റീഡോട്ട് പേയുടെ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് OTP വരുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, OTP വാട്സപ്പ് വഴി കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എനിക്കിവിടെ ഓൾറെഡി അക്കൗണ്ടിലാണ്, എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി ഈ നമ്പറിൽ ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, അത് ബാക്ക് അടിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഈ ഓപ്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് നിങ്ങൾ പ്രൂഫ് അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൂഫിൻ്റെ ഫ്രണ്ട് ഫോട്ടോ, ബാക്ക് സൈഡും നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെൽഫി എടുക്കാനായിട്ടുണ്ട്, ഫേസിൻ്റെ സെൽഫി എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളൊരു 1 to 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, അക്കൗണ്ട് വെരിഫൈഡ് കിട്ടും. സിമ്പിളാണ്. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇത് ചെയ്യേണ്ടതായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഡാഷ്ബോർഡിലോട്ട് വരിക. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം, എങ്ങനെയാണ് കാർഡ് പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പർച്ചേസും വിഡ്രോളും ഡെപ്പോസിറ്റൊക്കെ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, ഇവിടെ ഹോമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഇവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട് $5, അതായത് നമുക്ക് ബോണസായിട്ട് കിട്ടിയ എമൗണ്ടാണിത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ USDT ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ
യൂസ് ചെയ്യുന്നത്. ഓക്കെ, പർച്ചേസ് ചെയ്യുന്ന ആ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാർഡിന് പറ്റിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇവിടെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഞാൻ കാർഡിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. അവിടെ താഴത്ത് കാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, ആ കാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാർഡ് ഉണ്ട്, വെർച്വൽ കാർഡുണ്ട്, ഫിസിക്കൽ കാർഡും ഉണ്ട്. ഓക്കെ, നിങ്ങൾ വെർച്വൽ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ $10 വരുന്നത്. ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ATM കാർഡ് നമ്മുടെ കയ്യിലോട്ട് അവർ അയച്ചിരുന്നതായിരിക്കും. നമുക്ക് അഡ്രസ്സിലോട്ട് അവർ ഡോട്ട് ATM കാർഡ് അവർ നമുക്ക് അയച്ചിരുന്നതായിരിക്കും. ആ കാർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ATM നിന്ന് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും, ഷോപ്പിംഗ് ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഫിസിക്കൽ കാർഡാണ്. വിർച്വൽ കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാപ്പ് ആൻഡ് പേ, അതായത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ കാർഡ് വെച്ചിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ വൈഫൈ കാർഡായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ കാർഡ് ഞാനിപ്പോൾ ഈ കാർഡാണ് പർച്ചേസ് ആക്കിയിട്ടുള്ളത്. ഈ കാർഡിന് വരുന്നത് $10 ഫീസ് വരുന്നത്. ഈ $10 കൊടുത്താൽ നമുക്ക് ഈ കാർഡ് വാങ്ങാനായിട്ട് പറ്റും. ഫിസിക്കൽ കാർഡിന് അറൗണ്ട് $100 വരുന്നുണ്ട്. ഞാൻ എന്തായാലും അത് വാങ്ങിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് വിർച്വൽ കാർഡ് തന്നെ മതി ഇപ്പോൾ. ഓക്കെ, നമ്മൾ ലിങ്ക് വഴിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ $10 കൊടുക്കേണ്ട ആവശ്യമില്ല, $5 മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് 50% ഓഫറോട് വരുന്നുണ്ട്. അത്രയും ബെനിഫിറ്റാണ് അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ കാർഡ് ക്ലിക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് വേണമെന്ന് എന്ത് ചെയ്യുക, ഫിസിക്കൽ കാർഡ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് അവർ അയച്ചിരുന്നതായിരിക്കും. അതിട്ട് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനും ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. വിർച്വൽ കാർഡ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാർഡിൻ്റെ നമ്പർ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഞാൻ അപ്ലൈ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USDT വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ എനിക്ക് മൊബൈലിൻ്റെ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ USDT വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചൊരു 1-2 മിനിറ്റ് എടുത്ത് നമുക്ക് ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അപ്രൂവ് ആയിട്ട് കിട്ടും. കാർഡിൻ്റെ നമ്പർ, CVV എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നമുക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. ഇത് ഈ ഒരു NFC ഓപ്ഷനുള്ള ഒരു കാർഡ് പറയുന്നത്. ടാപ്പ് ആൻഡ് പേ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഈ കാർഡ് ഇവിടെ ആഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർഡ് നിങ്ങൾക്ക് വൈഫൈ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് കാണുന്ന പോലെ കണ്ടോ, ഇങ്ങനെ മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാർഡ് എന്ത് ചെയ്യുക, ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പിൽ പോയാലോ ഷോപ്പിങ്ങിന് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിർച്വൽ കാർഡ് മതി സത്യം പറഞ്ഞാൽ നമുക്ക്. ഓക്കെ, വിർച്വൽ കാർഡ് ഉണ്ടായത് നമുക്ക് എന്ത് ചെയ്യുക, പർച്ചേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. പക്ഷേ ATM എന്നൊക്കെ വിഡ്രോ ചെയ്യണം, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് $100 ഫീ വരുന്നത്. നിങ്ങൾ നമ്മൾ ലിങ്ക് വഴി എടുത്തവർക്ക് എന്ത് ചെയ്യുക, ഈ 100 കൊടുക്കേണ്ട ആവശ്യമില്ല, $50 മതിയാവും. ഓക്കെ, 50% ഓഫർ കാണുന്നുണ്ടോ, നിങ്ങളത് മിസ് ചെയ്യേണ്ട. ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പോൾ ഹോമിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പോൾ കാർഡ് എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വിർച്വൽ എടുക്കുക എല്ലാവരും മാക്സിമം. ഈ ഫിസിക്കൽ എടുക്കുകയാണെങ്കിൽ ഫിസിക്കൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹോമിലോട്ട് വരിക. ദെൻ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. സോ ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ എമൗണ്ടോട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബോണസ് കിട്ടിയ എമൗണ്ട് ആണിത്. ഈ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാലറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബൈനാൻസിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ്, സേഫ് പാല്, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ OTP മൊബൈൽ നമ്പർ OTP എടുക്കുമ്പോൾ വാട്സപ്പ് തന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് OTP കിട്ടുന്നുണ്ട്. പിന്നെ കാർഡ് ഞാൻ ഇവിടെ ഓൾറെഡി പർച്ചേസ് ചെയ്ത കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാർഡ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത കാർഡ്, എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ കാർഡ്. ഇവിടെ വ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാർഡ് നമ്പറും കാണാനൊക്കെ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഫ്രീസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. നിങ്ങൾ കാർഡ് ബ്ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് ലിമിറ്റർ ഓപ്ഷൻ, നമുക്ക് കാർഡിൽ ലിമിറ്റും കാണാനൊക്കെ അറിയാനായിട്ട് പറ്റും. സെറ്റിങ്സും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്ററീസ് കാണാൻ ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ കാർഡ് വെച്ചിട്ട്, ഇപ്പോൾ ഇതിൽ ഇവർ തന്ന ഈ കാർഡ് വെച്ചിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ആമസോണിൽ നിന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഞാൻ ഇപ്പോൾ എന്താ മേടിച്ചത്, സിറോ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ കാർഡിൻ്റെ കാര്യങ്ങൾ. ഇതിപ്പോൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത കാർഡ്. ഓക്കെ, വിർച്വൽ കാർഡാണ്, ഫിസിക്കൽ അല്ല. ഫിസിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അഡ്രസ്സിലോട്ട് അവർ കാർഡ് അയച്ചിരുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. ഞാനത് വിർച്വലാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് എൻ്റെ കാർഡ്. നമുക്ക് എന്ത് ചെയ്യുക, ഫണ്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഇപ്പോൾ എൻ്റെ ബാലൻസ് $7 ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ ബാലൻസ് $7 ഉള്ളത്. ഇനിയിപ്പോൾ എന്ത് ഫണ്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്യുക, USDC ഡെപ്പോസിറ്റ് ചെയ്യുക, ബിറ്റ്കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, എതേറിയം USD ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, USDT ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ടെതർ TRC20 ഓപ്ഷൻസ് ഉണ്ട്, Web20 ഉണ്ട്, എല്ലാ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൈനാൻസ് പേ ഉണ്ട്. ഓക്കെ, പിന്നെ ഡെബിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും, പേപ്പാൽ, അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ USDT ആണ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Web20 ഉണ്ട്, ERC ഉണ്ട്, ടോൺ ഉണ്ട്. TRC20 ആണെങ്കിൽ താഴത്തുണ്ട് കേട്ടോ, TRC20 ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിലോട്ട് എമൗണ്ട് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം.
TRC20 സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിലോട്ട് ഫണ്ട് ഇടുക. ഈ അഡ്രസ്സിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഫണ്ട് അയക്കുക, നിങ്ങൾ വാലറ്റിനാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ അഡ്രസ്സിലോട്ട് വാലറ്റിൽ നിന്ന് ഫണ്ട് അയക്കുക. ഈ എക്സ്ചേഞ്ച് ഇപ്പോൾ ബൈനാൻസിൽ നിന്നോ ബിങ്കക്സ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ അഡ്രസ്സിലോട്ട് ഫണ്ട് അയക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് Web20 യൂസ് ചെയ്യാൻ വേണമെങ്കിലും ഫീസ് കുറവായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. ഈ ബൈനാൻസിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈനാൻസ് പേ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇതിലേക്ക് ഫണ്ട് ഇടാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ USDT കാര്യമാണ് പറഞ്ഞു. ഇപ്പോൾ USDC ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്, എതേറിയം ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ USDT നോക്കാം. ഓക്കെ, ഡോളർ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ട് ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിലേക്ക് ഡോളർ എത്തിച്ചിട്ട് USDT ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ കാർഡ് ഉപയോഗിച്ചിട്ട് INR ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്യണം. INR ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറൻസി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ആപ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഫണ്ട് ഇപ്പോൾ ഇതിലുള്ള ഫണ്ട് നിങ്ങൾക്ക് വേറൊരാൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് റീഡോട്ട് പേ യൂസ് ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഡോളർ അവർക്ക് അയക്കാണ്ട് പറ്റുന്നു. അവരുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ മെയിൽ ID അല്ലെങ്കിൽ റീഡോട്ട് പേയുടെ ID കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് അവരുടെ റീഡോട്ട് പേയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ള USDT ബിറ്റ് കോയിൻ ആക്കി മാറ്റണമെങ്കിൽ അതും ചെയ്യാണ്ട് പറ്റും ഈ ആപ്പ് വഴി. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഇത്രേ ഉള്ളൂ, അക്കൗണ്ടിൽ എടുക്കുക, കാർഡ് പർച്ചേസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഫണ്ട് എത്തിക്കുക, ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുക, നിങ്ങളുടെ വാലറ്റിൽ നിന്നോ എക്സ്ചേഞ്ച് ഫണ്ട് എന്ത് ചെയ്യുക ഡെപ്പോസിറ്റിക്ക് അയക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ കാർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആക്കിയിട്ട് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാണ്ട് പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV കാർഡിലൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗൂഗിൾ പേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഷോപ്പിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, ആഡ് കാർഡ് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേയിൽ ആദ്യം വന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് കാർഡ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്ന കാർഡിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഇവിടെ കേട്ടോ. നിങ്ങൾക്ക് കാർഡ് കയ്യിലുണ്ടെങ്കിൽ എന്ത് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ താഴത്ത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എൻ്റർ മാനുവലി നിങ്ങൾക്ക് എന്ത് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും അത് കേട്ടോ. ഇവിടെ അത് കാണിക്കും. അത് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗൂഗിൾ പേയിൽ കാണിക്കുന്ന പോലെ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാർഡ് ഇല്ലാതെ തന്നെ വയർലെസ് ആയിട്ട് തന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം. നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള USDT എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് വെച്ചിട്ട് INR ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള ആളാണ്, അവിടുത്തെ കറൻസി വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, INR മാത്രമല്ല എല്ലാ ഒട്ടുമിക്ക ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 158 കൺട്രിയിൽ ഇത് അവൈലബിൾ ആണ്. നമ്മൾ ഈ സൈറ്റ് നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ എൻ്റെ നമ്പറിന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്തിട്ട് എന്താ പറയുക, കാർഡ് പർച്ചേസ് ചെയ്തിട്ട് നോക്കിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആമസോണിൽ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്കായിട്ട് ആ ടൈമിൽ തന്നെ എന്തായിട്ടുണ്ട്, പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു പെയ്ഡ് പ്രൊമോഷൻ കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിസർച്ചിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് ഈ സംഭവം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം നമ്മൾ ഈ ഒരു ചാനൽ കാണുന്ന എല്ലാവരും ട്രേഡേഴ്സാണ്. അപ്പോൾ നമുക്കൊക്കെ ഉപകാരപ്പെടും. ഇപ്പോൾ ഇതിലുള്ള എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ താഴത്തെ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വെക്കാം. റീഡോട്ട് പേയുടെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഡൗട്ടൊക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്കതിൽ ആക്റ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഡൗട്ടൊക്കെ ഉണ്ട് ചോദിക്കാം കേട്ടോ. ഇത്രയുള്ള ജസ്റ്റ് ഒരു നമ്മുടെ USDT വെച്ചിട്ട് നമുക്ക് INR വഴി നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇതിലേക്ക് ഫണ്ട് USDT ആഡ് ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആയിട്ട് എവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനോ എല്ലാ കാര്യങ്ങളും പറ്റുന്നതായിരിക്കും. ഇത്രയുള്ള സിമ്പിൾ മെത്തേഡാണ്. യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ.